നാലണാരിയും പിടിച്ചു നാങ്കോ വാനത്ത് മാസം തെളിഞ്ച നേരം സൂര്യഭഗോനെ തൊഴുതു നാങ്കോ ഭൂമിയെ തൊട്ടു വണങ്ങി നാങ്കോ ലംബിണി മാമന്റെ വട്ടം പോലെ 1000 മേനി വളഞ്ചിടണം ഇണ്ടച്ചൻ പോയി ഇല മുറിക്കാൻ ഇലപ്പാമ്പ് കൊത്തി തീർത്തും പോയി അച്ഛന്റെ പൊല കുളിക്കമ്മ പോയി വള്ളത്തിലെ മുതല തിന്നും പോയി അച്ഛനും അമ്മയും ഇല്ലനക്ക് കൂടപ്പറപ്പുകളാരുമില്ല ഇല്ലതോ എന്നുടെ പാതിയാണേ എന്നുടെ പാതി പടക്കും പോയി. ഇത് കൊയ്ത്തുമായിട്ടാണ് നമ്മൾ കൊയ്ത്ത് 100 മേനി വിളയാൻ വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അല്ലെ. പണ്ട് കാലത്ത് കുറെ ആൾക്കാർ സീനിയർ മോസ്റ്റ് ഇപ്പോഴത്തെ പിള്ളേർക്ക് മനസ്സിലാവില്ല നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ പറ്റാത്ത ടൈമില് നമ്മൾ ചെയ്യുന്നത് ചന്ദ്രനെ തൊഴുകും അല്ലേ. ചന്ദ്രനെ തൊഴുകും നമ്മളെ വീട്ടിൽ ചന്ദ്രനില്ല ചന്ദ്രനെ തൊഴുകും. അതാണ് പറഞ്ഞത് മാനത്ത് 4 അരിയും പിടിച്ചു നാങ്കോ 4 അണയും അരിയും പിടിച്ച് ദൈവത്തിന് ചന്ദ്രനെ തൊഴുകും. എന്തിനു വേണ്ടിയാണ്? നമ്മൾ വിളഞ്ഞത് നമ്മൾ വിളവെടുക്കാൻ 100 മേനി വിളഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പട്ടിണി മാറ്റുള്ളൂ അല്ലേ. അതിനു വേണ്ടി ദൈവത്തിനോട് ഭൂമിയെ തൊട്ട് വണങ്ങി എന്നല്ല വണങ്ങി നാങ്കോ ഞങ്ങൾ വണങ്ങിയിട്ടാണ് അറിയുന്നത്. അങ്ങനെയാണ് 1000 മേനി വിളഞ്ഞ് നമുക്ക് കിട്ടുക. ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്. ശരിക്കും അത് തമ്പുരാൻ കാണുമ്പോൾ തമ്പുരാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് 100 മേനി വിളഞ്ഞത്? അപ്പൊ തന്നെ അതിലും വേണ്ടി ചവിട്ടുകളി വരുന്നത്. അതായത് കൃഷിയുമായിട്ട് കഴിഞ്ഞാൽ ചോനെ തമ്പിരാനെ ഇങ്ങോ ഞങ്ങളിം മക്കളി കാത്തിണിട്ടോ ഞങ്ങളിം മക്കളി കാക്കാനായി അണ്ടി ഗണതിക്ക് നാങ്കെല്ലാം വെച്ചില്ലണ്ടി നായരി ഒരടങ്കായി നെല്ലും കള്ളും പിന്നെ വെറ്റിലടക്കയും വെച്ചില്ലണ്ടി 4 കൂട്ടുണ്ടി മുറുക്കി നാങ്കോ പിന്നെ പാടത്തെങ്കെല്ലാം ഒരുക്കി നാങ്കോ പാടത്താരങ്കുമ്പോ നോക്കി നാങ്കോ പക്കെ കൈക്കൊണ്ടും ചൂരാനുദിച്ചിട്ടില്ലോ ഞങ്ങനെ പടി കഴിഞ്ഞ് നാങ്കെല്ലാം കേറുമ്പോളോ ഞങ്ങനെ പടിഞ്ഞാറ്റേ കൊണ്ട് ചൂരം വീതിയേ. ഇത് പറഞ്ഞാൽ മനസ്സിലായോ? അത്ര നേരത്താണ് നമ്മൾ അല്ലേ. അത്ര നേരത്തെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് കിഴക്ക് സൂര്യൻ ഉദിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലോ പണി കഴിഞ്ഞ് നമ്മൾ കയറുമ്പോഴോ പടിഞ്ഞാറ് സൂര്യൻ അസ്തമിച്ചു. അത്രയും നേരം വഴി കയറി കഴിഞ്ഞാലും നമുക്ക് എന്താ കിട്ടുന്ന എന്തായിരിക്കും? എങ്ങനെയാണ് അളവ് മനസ്സിലായില്ലെങ്കിൽ 10 പറ നിറവ് ആയിട്ട് അളന്നു കഴിഞ്ഞാലും നമുക്കൊരു പറ വടിച്ചിട്ടാണ് അടിയാറ് പോകുന്നത് അല്ലേ. അതിനാണ് പാടണേ കൊച്ചാനും നമ്മൾ വേണം മേടിക്കാനും നമ്മൾ വേണം നെല്ലൊക്കെ അകത്തായ നമ്മളെ പറ്റൂലോ. കേട്ടിട്ടോ? അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ചവിട്ടുകളിയുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഈ സംഭവങ്ങളൊക്കെ. ഈ 18 ആചാര അനുഷ്ഠാനങ്ങളിൽ ഒട്ടുമിക്ക പിന്നെ ഇതേപോലെ തന്നെ പാലാപ്പള്ളി കേട്ടില്ലേ? പാലാപ്പള്ളി കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കിഴക്കൻ സമുദായത്തിലെ ആചാരാനുഷ്ഠാനമായി പാടുന്ന ഒരു സംഭവമാണ് പാമ്പാടിപ്പാട്ട് എന്നൊരു സംഭവം. പാമ്പാടിപ്പാട്ട് എന്നൊരു സംഭവം. അപ്പൊ അങ്ങനെ 18 ആചാരാനുഷ്ഠാനങ്ങളുണ്ട് നമ്മുടെ ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ചവിട്ടുകളിയുമായിട്ട് ഇപ്പൊ നടന്ന ചവിട്ടുകളിയുമായിട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമുക്ക് കഴിഞ്ഞ ഉത്തരങ്ങൾ ഞങ്ങൾ തരും കേട്ടോ. ക്ലിയറായിട്ടുണ്ട്. നമ്മുടെ എന്തെങ്കിലും സംശയം നിങ്ങൾ ചോദിക്കാം കേട്ടോ. ഓക്കെ. ഞങ്ങളെ ചവിട്ടുകളി കണ്ടു. ഇവിടെ വൈത്തറിയിക്കുക എന്നാണ് എന്ന് പറയാം. എൻ്റെ അനിയൻ എന്ത് ചെയ്യാൻ അവിടെ പറഞ്ഞത് അങ്ങനെ പറയും. കണക്കന്മാർ പണ്ട് അണ്ണ മക്കളെ വൈത്തറിയിക്കണേ ഓളെ അങ്ങോട്ട് കൊണ്ടാക്കണം എന്നൊരു ഭാഷ പറയും. ഞങ്ങളെ പഴയ ഭാഷ അതാണ്. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഞാൻ ഇനി ഈ ചവിട്ടുകളി കൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് എനിക്കറിയുന്നത് തിരുത്തിത്തരാം. ഞങ്ങളെ പാട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ട് സംശയം തോന്നുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തിനാണ് ഈ കളി കൊണ്ടു നടക്കുന്നത് എന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കും ഇല്ല.